എല്ലാതര പാർട്ടീസിലും ഫങ്ഷൻസിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള 3 ഫ്ലേവേഴ്സിലും കളേഴ്സിലും ഉള്ള പുഡിങ്ങുകൾ ഒരൊറ്റ വീഡിയോയിലാക്കി കാണിക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്, സിമ്പിളാണ്, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിനേക്ക് വേണ്ടി ഞാൻ 1 ലിറ്റർ പാലും പിന്നെ മറ്റ് 5 ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചിട്ട് 3 ഫ്ലേവേഴ്സിലുള്ള പുഡിങ്ങാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനേക്ക് വേണ്ടി ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്, തേൻവരിക്ക കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ 1 കപ്പ് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്, നല്ല മധുരമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 15 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 ഇളനീരിൻ്റെ പൾപ്പ് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മാങ്ങ ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 100 ml മിൽക്ക്, അതായത് നമ്മൾ 100 ml നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടിരുന്ന 1 ലിറ്ററിന് ഒരു 100 ml എടുത്തിട്ട് അതിന് നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചക്കയും നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുക്കുന്നില്ല, കുറച്ച് ഇതുപോലെ കട്ടകളായിട്ടാണ് അടിച്ചെടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുഡിംഗ് കഴിക്കുമ്പോൾ ഇതിങ്ങനെ കുറച്ച് കടിക്കാൻ കിട്ടിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചക്കയുടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടില്ലേ, അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ഇത് കുറച്ച് കടിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. ഇളനീരിന് ഞാനൊന്നും ചെയ്യുന്നില്ല, അടിച്ചൊന്നും എടുക്കുന്നില്ല, ഇതുപോലെ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ മാങ്ങയുടെ പീസസും കടിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൾപ്പിൽ കുറച്ച് പീസസ് മുറിച്ചിട്ടാലും മതി. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ 200 ml അവിടെ ഫ്രൂട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് ബാക്കി 800 ml പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു 3/4 ടിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടിന്ന് മുഴുവനായിട്ട് യൂസ് ചെയ്യാം. പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ആ പാല് തിളക്കുന്ന അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു അടുപ്പിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യണം. ഒരു 200 ഗ്രാം വെള്ളത്തിൽ ഞാനതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ സമയം തന്നെ ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഈ ഉരുക്കി വെച്ച ചൈന ഗ്രാസിനെ നമ്മളൊരു അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ച് നമ്മളുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് കൂടുതൽ ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ചക്കയുടെയും ഇളനീരിൻ്റെയും ഈ മാങ്ങേൻ്റെയും കൂട്ടിലേക്ക് ഒരേ ഈക്വൽ ക്വാണ്ടിറ്റിയിലേക്ക് നമ്മളുടെ ഈ ചൈന ഗ്രാസ് മിൽക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ മാങ്ങയുടെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, മാങ്ങ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഈ പാലൊഴിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മധുരം ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പാലൊഴിക്കുമ്പോൾ പിരിഞ്ഞു പോകും. അത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുഡിംഗ് ട്രേയിലേക്കോ ഇതുപോലത്തെ കുഞ്ഞു മോൾസിലേക്കോ നമുക്ക് ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളിപ്പോൾ സിംഗിൾ പുഡിംഗ് ഒരു ഫ്രൂട്ട് മാത്രം ഉപയോഗിച്ചിട്ടാണ് പുഡിംഗ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലിനേക്ക് നമ്മൾ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ്, അതായത് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് തന്നെ മതി, ധാരാളം മതിയാവും. അതിലേക്ക് ഫ്രൂട്ടിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി, ഒരു പുഡിംഗ് മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പോൾ ഇനി മോൾസിലേക്കൊക്കെ നമ്മൾ പുഡിംഗ് മാറ്റി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡെക്കറേഷനായിട്ട് മാംഗോ പുഡിങ്ങിലേക്ക് കുറച്ച് മാംഗോ പീസസും ചക്കയുടെ പുഡിങ്ങിലേക്ക് ചക്കയുടെ പീസസും ഇളനീരിൻ്റെയിൽ കുറച്ച് നട്ട്സും ഇട്ടിട്ട് 3 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള, കടിക്കാനൊക്കെ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.